ഇനി നമുക്ക് 4 ബിറ്റ് സബ്നെറ്റിങ്ങിനെ പറ്റി ജസ്റ്റ് ഒന്ന് നോക്കാം. നമ്മുടെ ഐ പി അഡ്രസ്സ് പഴയ ഐ പി അഡ്രസ്സ് തന്നെ, അതായത് നെറ്റ്വർക്ക് ഐ പി അഡ്രസ്സ് എഴുതിയിട്ടുണ്ട്. 200 സംതിങ് ഉള്ള ഐ പി അഡ്രസ്സ് നമ്മൾ എഴുതിയിട്ടുണ്ട്, സി ക്ലാസ് ഐ പി അഡ്രസ്സ്. ഇനി ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ, അതായത് ഇപ്പോൾ നിങ്ങൾ CCNA സീരിയസ് ആയിട്ട് പഠിക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത്. അതായത് സീരിയസ് ആയിട്ട് പഠിച്ച് അതുപോലെ തന്നെ CCNB ചെയ്ത് CCIയും ചെയ്ത് അങ്ങനെ പോകേണ്ട ആൾക്കാർ, അവർ പ്രധാനമായിട്ടും നല്ലൊരു ടെക്സ്റ്റ് CCNAയുടെ എന്ന് പറയുമ്പോൾ CCNAയുടെ നല്ലൊരു ടെക്സ്റ്റ് മേടിക്കുന്നത് നന്നായിരിക്കും. ആ ടെക്സ്റ്റ് റെഫർ ചെയ്ത് അതിൻ്റെ അകത്ത് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ തറവായിട്ട് പഠിച്ചാൽ മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് CCNBക്ക് ചെന്നാൽ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ മനസ്സിലാവത്തുള്ളൂ. അതുപോലെ തന്നെ ഈ പല പല സ്ഥാപനങ്ങൾ നമ്മൾ പഠിക്കുമ്പോഴും അവിടെ ചിലയിടത്തൊക്കെ അറ്റവും മൂലമൊക്കെ പഠിപ്പിച്ചു കൊടുത്തുള്ളൂ. അതൊരു കണ്ടിന്യൂസ് ആയിട്ടുള്ള ഫ്ലോ ചിലയിടത്ത് ഉണ്ടാവത്തില്ല. അപ്പോൾ അങ്ങനെയൊക്കെ അത് നമ്മൾ കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല, കാരണം അത് അവിടുത്തെ സിറ്റുവേഷൻസ് അങ്ങനെയൊക്കെ ആയിരിക്കും. എന്നാലും നിങ്ങൾ നിങ്ങളുടെ രീതിയിൽ സ്വന്തമായിട്ട് അതുപോലെ തന്നെ ഈ ബുക്കുകൾ മേടിച്ച് റെഫർ ചെയ്യേണ്ടതായിട്ടുണ്ട്. നമ്മുടെ ഈ വീഡിയോ പാർട്ടിൽ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലെല്ലാം ഈ നല്ലൊരു ബുക്കിൻ്റെ CCNAയുടെ നല്ലൊരു ബുക്കിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, ആമസോണിലുള്ള ലിങ്ക്. നിങ്ങൾ ആ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ നോക്കിയിട്ട് ആ ലിങ്ക് ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് ആമസോണിൽ ആ ബുക്ക് മേടിക്കാൻ സാധിക്കും. അത് മേടിച്ച് നിങ്ങൾ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ വളരെ തറവായിട്ട് പഠിക്കണം. അങ്ങനെ തറവായിട്ട് പഠിച്ചിട്ടുണ്ടെങ്കിലുള്ള ഗുണമെന്ന് പറയുന്നത്, നിങ്ങൾ ഒരു സ്ഥലത്ത് ചെന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അതെന്നാ ഇതെന്നാന്ന് ചോദിച്ചുകൊണ്ട് നിങ്ങളുടെ കണ്ടവരെല്ലാം വിളിക്കേണ്ട യാതൊരു കാര്യമില്ല. അതുകൊണ്ട് നിങ്ങൾ മേടിച്ച് പഠിച്ചാൽ നിങ്ങൾക്ക് കൊള്ളാം എന്ന് ഞാൻ പറയുന്നു. ഒപ്പം തന്നെ നിങ്ങൾക്ക് നെറ്റ്വർക്കിങ്ങിന് ഫീൽഡിലോട്ടൊക്കെ ഇറങ്ങുമ്പോൾ നിങ്ങൾക്ക് സ്വന്തമായിട്ട് ടൂൾസും കാര്യങ്ങളൊക്കെ ഉള്ളത് നല്ലതായിരിക്കും. അപ്പോൾ ആ ടൂൾസിൻ്റെ ലിങ്ക്സും ഞാൻ കൊടുത്തിട്ടുണ്ട്. വേണ്ടപ്പെട്ട സുഹൃത്തുക്കൾക്ക് അത് മേടിക്കാവുന്നതാണ്. പിന്നെ ഈ നെറ്റ്വർക്കിങ്ങിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ റിയലി പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നിങ്ങളിപ്പം ഈ നെറ്റ്വർക്കിംഗ് പഠിച്ച് നിങ്ങൾ ദുബായിലോ അവിടെ ഇവിടെയൊക്കെ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സുഖമായിട്ട് നല്ല സാലറിയോട് കൂടി കയറാൻ സാധിക്കും. അപ്പോൾ കയറി കഴിഞ്ഞിട്ട് പ്രശ്നങ്ങളുണ്ടാക്കിയിട്ട് നിങ്ങൾ വലിയ പ്രോബ്ലത്തിലോട്ട് പോകാൻ എനിക്ക് താല്പര്യമില്ല. അതുകൊണ്ട് പറയുന്നതാണ്. നല്ല സുഹൃത്തുക്കൾ എല്ലാവരും അത് ഉൾക്കൊണ്ട് CCNAയുടെ രീതിയിൽ നെറ്റ്വർക്കിങ്ങിൽ നല്ലൊരു ഫ്യൂച്ചർ കാണുന്നവർ നല്ലൊരു ബുക്ക് അവരുടെ ഒരു സ്വത്തായിട്ട് എപ്പോഴും കയ്യിലുള്ളത് നന്നായിരിക്കും. കാരണം അത് ഈ നെറ്റ്വർക്കിങ്ങിൽ ഫീൽഡ് നമുക്ക് കടൽ പോലെയാണ്, അതിനകത്ത് ഒത്തിരി പഠിക്കാനുണ്ട്. അതുകൊണ്ട് അതിന് ഏറ്റവും ബേസായിട്ട് വേണ്ട കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ വളരെ നന്നായിട്ട് മനസ്സിലാക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ സ്വത്തായിട്ടൊന്ന് സൂക്ഷിച്ച് വെക്കാൻ പറ്റുന്ന ഒരു ടെക്സ്റ്റിൻ്റെ ലിങ്കാണ് താഴെ കൊടുത്തിരിക്കുന്നത്. വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പം നിങ്ങൾ ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് താല്പര്യമുള്ളവരത് മേടിക്കുക. അപ്പോൾ നമുക്കിപ്പം 4 ബിറ്റ് സബ്നെറ്റിങ് നോക്കാം. അതായത് 4 ബിറ്റ് അതിൻ്റെ IP അഡ്രസ്സ് എന്ന് പറയുന്നത് അത് തന്നെ 200 സംതിങ്. ഓക്കെ, ഇവിടെ ഞാൻ വീണ്ടും 4 ബിറ്റ് എടുത്തിട്ട് 4 ബിറ്റ് സബ്നെറ്റിംഗ് അല്ലേ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ വീണ്ടും ഇങ്ങനെ ഇവിടുത്തെ ഈ 4 ബിറ്റുകൾ എടുത്തിരിക്കുകയാണ്. ഓക്കെ, എന്നിട്ട് നമ്മൾ അതിനെ കറക്റ്റ് ബൈനറി കൺവേർഷൻസ് നടത്തുകയാണ്. അപ്പോൾ ബൈനറി കൺവേർഷൻസ് നടത്തുമ്പോഴത്തേനും ആദ്യത്തെ നമ്മൾ എഴുതി 000 വന്ന് 4 ബിറ്റുകളും 0 ആക്കി നോക്കി. ആ 0 ആക്കി നോക്കി കഴിഞ്ഞപ്പോൾ ആ 0 വരുന്ന 4 ബിറ്റുകൾ 0 ആയതുകൊണ്ട് നമ്മളത് എടുക്കുന്നില്ല. ഓക്കെ, അത് അതുകൊണ്ടാണ് ഇവിടെ ഇൻഡു മാർക്കിന് ഇട്ടിരിക്കുന്നത്. ഇനി അടുത്തത് 1 ആയി വരുമ്പോഴത്തേനും അത് നേരെ എന്താണ് വരുന്നത്, 16 നേരെയാണ് വരുന്നത്. ഇനി ഇപ്പുറത്തെ ഒന്ന്, അതായത് 01 കഴിഞ്ഞ് ഇനി 10 വരുമ്പോഴത്തേനും അത് നേരെ 32-ൻ്റെയാണ്. പിന്നെ അടുത്തത് ഇതിൽ വരുമ്പോഴത്തേനും 11 വരുമ്പോഴത്തേനും അത് എത്രയായി, 32 16 32 + 16 48. പിന്നെ അടുത്തത് വരുന്നത് 100 വരുന്നത്, അപ്പോൾ 64. ഇത് കണ്ടില്ലേ, അതായത് ഇവിടെ മാത്രമേ 1 വരുന്ന പോർഷൻസ് മാത്രമേ നമ്മൾ എടുക്കത്തുള്ളൂ. അപ്പോൾ ഇങ്ങനെ വന്നപ്പോൾ തന്നെ ഈ 1 എടുത്തുകൊണ്ട് ഇത് 64. ഓക്കെ, അങ്ങനെ നമുക്ക് ലാസ്റ്റ്, അതായത് നമുക്ക് ഇവിടെ എല്ലാം 1 ആകുന്ന പോർഷൻ വരെ നോക്കാം. എല്ലാം 1 ആയി വരുന്ന പോർഷൻ നമ്മൾ എടുക്കില്ല. അതിന് ജസ്റ്റ് മുമ്പുള്ളവരെ എടുക്കത്തുള്ളൂ. അതായത് 1110 എന്ന് പറഞ്ഞ പോർഷൻ വരെ എടുത്തു. ഇത് 224 വരെ എടുത്തു. അപ്പോൾ നമുക്ക് ഈ 4 ബിറ്റ് ചെയ്തപ്പോൾ കണ്ടില്ലേ, അതായത് നമുക്ക് വീണ്ടും നെറ്റ്വർക്കുകളുടെ എണ്ണം കൂടി. 2 ബിറ്റ് ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയതിനേക്കാളും 3 ബിറ്റ് ചെയ്തപ്പോൾ കിട്ടിയതിനേക്കാളും കൂടുതൽ നെറ്റ്വർക്കുകൾ നമുക്ക് ഇവിടെ ക്രിയേറ്റ് ചെയ്യാൻ സാധിച്ചു. ഇതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ നമുക്ക് നമ്മുടെ കമ്പനികളിലൊക്കെ പല പല ആവശ്യങ്ങൾക്കുമായിട്ട് ഇങ്ങനെ നെറ്റ്വർക്കുകൾ ക്രിയേറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ സബ് നെറ്റ്വർക്ക് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇതിനകത്തെ ഫസ്റ്റ് സബ് നെറ്റ്വർക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. അതായത് 0 വരുന്ന നമ്മൾ എടുത്തിട്ടില്ല, എടുക്കുന്നില്ല.
എടുക്കാൻ സാധിക്കുകയില്ല. അപ്പോൾ ഇപ്പം എന്ത് ചെയ്യുന്നത്, ആദ്യത്തെ 1 ആയിട്ടുള്ള പോർഷൻ എന്ന് പറഞ്ഞാൽ 16 ആണിത്. അപ്പോൾ നമ്മൾ നമ്മുടെ ആദ്യത്തെ സബ് നെറ്റ്വർക്ക് എന്ന് പറഞ്ഞാൽ എത്രയാണ്, നെറ്റ്വർക്കിൻ്റെ ഐ ഡി എത്രയാണ്, 200.200.200.16 എന്നുള്ളതാണ് നമ്മുടെ ആദ്യത്തെ സബ് നെറ്റ്വർക്ക്. അതുപോലെ ഫസ്റ്റ് ഐ പി എന്ന് പറയുന്നത് 17, സെക്കൻഡ് ഐ പി എന്ന് പറയുന്നത് 18. പിന്നെ ഇനി ഇതിൻ്റെ ലാസ്റ്റ് ഐ പി എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും, ലാസ്റ്റ് ഐ പി എന്ന് പറഞ്ഞാൽ 32 എന്ന് പറയുന്നത് അടുത്ത നെറ്റ്വർക്ക് തുടങ്ങുക. അപ്പോൾ അതിന് തൊട്ട് മുമ്പുള്ളതെന്ന് പറയുന്നതായിരിക്കും നമ്മുടെ ബ്രോഡ്കാസ്റ്റ് ഐ പി ആയിരിക്കും. അത് എത്രയാണ്, 31. അപ്പോൾ ലാസ്റ്റ് ഐ പി എന്ന് പറയുന്നത് എത്രയാണ്, 31 നമ്മൾ കമ്പ്യൂട്ടറിന് കൊടുക്കാറില്ല കേട്ടോ. അത് കാരണം അത് ബ്രോഡ്കാസ്റ്റ് ഐ പി ആണ്, അത് കൊടുക്കാൻ പാടില്ല, അത് കൊടുക്കരുത്. അതിന് മുമ്പുള്ള എന്താണ്, ലാസ്റ്റ് ഐ പി വരെ നമുക്ക് കൊടുക്കാൻ പറ്റത്തുള്ളൂ. അതായത് ഫസ്റ്റ് ഐ പി എന്ന് പറയുമ്പോൾ 17, ലാസ്റ്റ് ഐ പി ആയിട്ട് നമുക്കിവിടെ വരുന്നത് എത്രയാണ്, 30. പിന്നെ ഇതിൻ്റെ ന്യൂ സബ്നെറ്റ് മാസ്ക് വരുന്നത് എത്രയാണ്, 240. അതായത് 240 തന്നെ നമ്മൾ കമ്പ്യൂട്ടറിൽ കൊടുക്കണം. ഇവിടെ കൊണ്ട് 0 കൊടുത്തു കഴിഞ്ഞാൽ എന്താ, ആ പടം നെറ്റ്വർക്ക് ഒറ്റ നെറ്റ്വർക്കായിട്ട് കമ്പ്യൂട്ടർ ഒറ്റ നെറ്റ്വർക്കിനുള്ള രീതിയിൽ അങ്ങ് പോകും. അങ്ങനെയല്ല, ഇതൊരു സബ് നെറ്റ്വർക്ക് ആണെന്ന് മനസ്സിലാക്കുന്നതിനായിട്ട്, കമ്പ്യൂട്ടർ മനസ്സിലാക്കുന്നതിനായിട്ട് നമ്മൾ ഈ 240 അവസാനം കൊണ്ട് കൊടുക്കണം. അപ്പോൾ ഫസ്റ്റ് സബ് നെറ്റ്വർക്ക്, സെക്കൻഡ് സബ് നെറ്റ്വർക്ക് ഇതാണ് 32 വരുന്നതാണ് സെക്കൻഡ് സബ് നെറ്റ് എന്ന് പറയുന്നത്. അതായത് കണ്ടില്ലേ, അതായത് ഇവിടെ കണ്ടല്ലോ, അതായത് 32 ആണ് രണ്ടാമത്തെ സബ് നെറ്റ്വർക്ക്. ആ സെക്കൻഡ് സബ് നെറ്റ്വർക്ക് ഞാനിവിടെ എഴുതിയിട്ടുണ്ട്. അതുപോലെ അതിൻ്റെ ഫസ്റ്റ് ഐ പി എഴുതിയിട്ടുണ്ട്, ലാസ്റ്റ് ഐ പി എഴുതിയിട്ടുണ്ട്, ബ്രോഡ്കാസ്റ്റ് ഐ പി എഴുതിയിട്ടുണ്ട്, അതുപോലെ ന്യൂ സബ്നെറ്റ് മാസ്ക് എഴുതിയിട്ടുണ്ട്. ഇതൊക്കെ നിങ്ങൾക്ക് ഓക്കെ, ഇങ്ങനെ നിങ്ങളൊന്ന് ജസ്റ്റ് ഇപ്പോൾ ഇതൊന്ന് എഴുതി, അതായത് ഇങ്ങനെ കറസ്പോണ്ടായിട്ട് ഇങ്ങനെ തന്നെ കറക്റ്റായിട്ട് ഈ ബൈനറി എഴുതുക. ബൈനറിക്ക് നേരെ വരുന്ന ഡെസിമലും എടുക്കുക. എന്നിട്ട് നിങ്ങൾ സ്വന്തമായിട്ട് നിങ്ങൾ ഈ ഫസ്റ്റ് സബ്നെറ്റ്, സെക്കൻഡ് സബ്നെറ്റ്, തേർഡ് സബ്നെറ്റ് അങ്ങനെ കണ്ടുപിടിച്ചിട്ട് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ ഈ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ ഇത് ആദ്യം നോട്ട് പാടെ ടൈപ്പ് ചെയ്തിട്ട് പേസ്റ്റ് ചെയ്യുക. ഓക്കെ, ഇങ്ങനെ സ്വന്തമായിട്ട് ഇതിപ്പം ഇതൊന്ന് എഴുതി കണ്ടുപിടിക്കുക. കാരണം ഇതൊരു നല്ല കാര്യമാണ്. പിന്നെ വേറൊരു കാര്യം ഞാൻ പറഞ്ഞു കൊള്ളട്ടെ. അതായത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ CCNA കാര്യത്തിൽ പല പിള്ളേരും പഠിക്കാനായിട്ട് വരും, ചേരും. പിന്നെ അവർ നല്ല ഒത്തിരി സ്വപ്നങ്ങളൊക്കെ കണ്ടുകൊണ്ടൊക്കെ ആയിരിക്കും വരുന്നത്. അവർ കുഴഞ്ഞു പോകാൻ തുടങ്ങുമെന്ന് പറയുന്നിട്ടുണ്ടെങ്കിൽ ഈ പോർഷൻ, അതായത് ഈ സബ് നെറ്റ്വർക്കിൻ്റെ കേസിൽ വരുമ്പോഴത്തേനാണ് അവർ പിന്നെ ക്ലാസ് മുടക്കുകയും പിന്നെ അവർക്ക് പിന്നെ ഒരു അങ്ങനത്തെ ഒരു രീതിയിൽ അവർ വരും. അപ്പോൾ ഈ സബ് നെറ്റ്വർക്കിംഗ് ഒക്കെ പഠിച്ച് കയറി പോകുന്ന ആൾക്കാർ നല്ല സെറ്റപ്പായിട്ട് അവർ പഠിക്കുകയും ചെയ്യും. പഠിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഒരു 6 മാസം 1 വർഷം എവിടെയെങ്കിലും നമ്മൾ എവിടെയെങ്കിലും ട്രെയിനിങ്ങിന് കയറണം. ട്രെയിനിങ്ങിന് കയറി ചുവന്നര പണി പഠിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അതായത് തിയറി പറയുന്നതും പ്രാക്ടിക്കലുമായിട്ട് ആന ആടും പോലെയുള്ള വ്യത്യാസമുണ്ട്. എന്നാലും നമ്മൾ തിയറി നല്ല രീതിയിൽ അറിഞ്ഞാൽ മാത്രമേ ഉള്ളൂ നമുക്ക് പ്രാക്ടിക്കലി ചെയ്യാൻ സാധിക്കത്തുള്ളൂ. അപ്പോൾ ഇങ്ങനെ ഇത് സബ് നെറ്റ്വർക്കിംഗ് ഈ പോർഷൻ ഇച്ചിരി ബുദ്ധിമുട്ടുള്ളതാണെന്ന് അറിയാം ചിലർക്ക്. പക്ഷേ നിങ്ങളത് നിങ്ങളുടെ ഇഷ്ടവസ്തുവായിട്ട് എടുത്ത് നിങ്ങളത് പഠിക്കുക, പെരുക്കുക, എന്നിട്ട് നല്ല രീതിയിൽ ആകുക. എന്നിട്ട് നിങ്ങൾക്ക് വിദേശ രാജ്യങ്ങളിൽ പോയി ജോലി ചെയ്യുകയോ ബാംഗ്ലൂരോ എവിടെ വേണമെങ്കിലും നിങ്ങൾക്ക് പോകാൻ സാധിക്കും. ലോകത്തിന് ഏത് കോണിൽ പോയാലും നിങ്ങൾക്ക് ഇതൊക്കെ പഠിച്ചാൽ ജോലി കിട്ടാവുന്നതേ ഉള്ളൂ. ബട്ട് പണി അറിയണം. അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ ആ ബുക്ക് മേടിക്കാനൊക്കെ ആയിട്ട് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അത് നോക്കുക. അതുപോലെ തന്നെ ടൂൾസും നിങ്ങൾക്ക് സ്വന്തമായിട്ടുണ്ടാവണം. ഇത് രണ്ടിൻ്റെയും ഡിസ്ക്രിപ്ഷൻസ് ഞാൻ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്. ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലുണ്ട്, നിങ്ങളത് നോക്കുക. ഒപ്പം തന്നെ ഈ നമ്മുടെ ഇതിൻ്റെ അതായത് യൂട്യൂബ് ചാനലിനോട് അനുബന്ധിച്ച് ഞാനൊരു ബ്ലോഗ് കൂടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അത്രയ്ക്ക് സെറ്റപ്പ് ഒന്നുമല്ല, പക്ഷേങ്കിൽ നിങ്ങൾക്ക് അവിടെ കയറി വീഡിയോസ് കാണാനുള്ള ഓപ്ഷൻസൊക്കെ ഉണ്ട്. നിങ്ങൾക്ക് അവിടെ കമൻറ്റ് ചെയ്യാനൊക്കെ സാധിക്കും. അവിടെയും കുറച്ച് ലിങ്കുകളും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ കൂടുതൽ പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല. നിങ്ങൾക്ക് ആദ്യമേ വേണ്ടത് ഇത് പഠിച്ച് ജോലി നേടാൻ സാധിക്കും എന്നുള്ളതിനെ പറ്റി നിങ്ങൾക്കൊരു ഉറച്ച വിശ്വാസം വേണം. അതുകൊണ്ട് സബ്നെറ്റിങ്ങിൻ്റെ കുറച്ച് നമ്മൾ ഇക്വേഷൻസ് ഇനി കൂടുതൽ നമ്മൾ ഇക്വേഷൻസൊക്കെ നമുക്ക് യൂസ് ചെയ്യാം. ഇതൊക്കെ ഇച്ചിരി ബുദ്ധിമുട്ടായതുകൊണ്ട് ഇക്വേഷൻസ് യൂസ് ചെയ്യാം. പക്ഷേ അതുപോലെ തന്നെ നമുക്ക് പ്ലേ സ്റ്റോറിൽ പല ആപ്ലിക്കേഷൻസും കിട്ടും ഇതൊക്കെ കണ്ടുപിടിക്കാനായിട്ടുള്ളത്. അപ്പോൾ നിങ്ങളോട് ഞാൻ ഗ്യാരണ്ടി പറയുന്നു, അതായത് എന്നെ നിങ്ങൾക്കറിയില്ല എന്നാലും ഞാൻ ഗ്യാരണ്ടി അതായത് ഇതൊക്കെ CCNAയും അതുപോലെ തന്നെ MCSA ഒക്കെ പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ കളിച്ചാലും ഒരു 1 ലക്ഷം രൂപ പൊക്കത്ത് സാലറി കിട്ടും. പക്ഷേങ്കിൽ പഠിക്കുന്ന സമയത്ത് നല്ലപോലെ പഠിച്ചില്ലെങ്കിൽ പണി കിട്ടുകയും ചെയ്യും. കാരണം പണി ഇരന്ന് മേടിക്കുന്ന പരിപാടിയാണ്. അതുകൊണ്ട് നല്ലപോലെ പഠിക്കുക. നല്ലപോലെ പഠിച്ചാൽ നിങ്ങൾ സ്വപ്നം കാണുന്നതിനേക്കാൾ ഉപരി നിങ്ങൾക്ക് ശമ്പളവും കാര്യങ്ങളും മറ്റ് ഓഫറുകളും എല്ലാം കിട്ടും. അപ്പോൾ എല്ലാവിധ ആശംസകളും നേരുന്നു. ഇപ്പോൾ ഇത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഈ നെറ്റ്വർക്ക് കൊടുത്ത് ഇതിൻ്റെ ഫസ്റ്റ് നെറ്റ്വർക്ക്, സെക്കൻഡ് സബ് നെറ്റ്വർക്ക്, അങ്ങനെ ഈ കൊടുത്തിരിക്കുന്ന പോലെ എല്ലാം ഒന്ന് എഴുതി നിങ്ങളൊരു നോട്ട് തയ്യാറാക്കുന്നത് നന്നായിരിക്കും.
അപ്പോൾ ഓൾ ദ ബെസ്റ്റ്. സീ യു അറ്റ് നെക്സ്റ്റ് വീഡിയോ പാർട്ട്. പിന്നെ ഈ വീഡിയോ പാർട്ട് കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ദയവ് ചെയ്ത് കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ കമൻറ്റ്സ് നല്ലതോ ചീത്ത എന്തോ ഉള്ളതായിക്കോട്ടെ. എനിക്ക് വീഡിയോ ടീച്ചിങ്ങിൽ വലിയ എക്സ്പീരിയൻസ് ഒന്നുമില്ല, പക്ഷേ എനിക്കറിയാവുന്ന നോളജുകൾ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നുള്ളൂ. ഒപ്പം തന്നെ എനിക്ക് ഇത് ചെയ്യുമ്പോൾ എനിക്ക് പല കാര്യങ്ങളും റീഫ്രഷ് ചെയ്യാനുള്ളൊരു ഓപ്ഷനോടെയാണ് കിട്ടുന്നത്. അപ്പോൾ നിങ്ങൾ എന്താണെങ്കിലും നല്ല രീതിയിലുള്ള കമൻറ്റുകൾ ചെയ്യുക. പിന്നെ ഈ വീഡിയോസ് കഴിവതും ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ പാർട്ടിൽ കാണാം.